എൻ്റെ നാട്ടിൽ മാലൂർ ഒരു കാതറാജിയുണ്ട്, വലിയ കൊലപ്പാട്ടക്കാരനാണ്, ഈ നേന്ത്രക്കൊലേൻ്റെ പാട്ടക്കാരൻ. ഇയാൾ ഒരു ദിവസം കാഞ്ഞങ്ങാട് വെച്ച് കണ്ട് കാതറാജി നോക്കുമ്പോൾ കംപ്ലീറ്റ് കറ പരങ്ങിയിട്ടുള്ള ഒരു ചാർട്ടും മുണ്ടു. ഞാൻ ചോദിച്ചു, അല്ല കാതറാജിക്ക് നിങ്ങളെത്ര വലിയ പൈസക്കാരനാ, എന്നിട്ട് നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരു ഷർട്ടും മുണ്ടും ഇട്ടൂടെ നിങ്ങൾക്ക്? അപ്പൊ കാതറാജിക്കാ പറയാ, ഞാൻ ഈടെ ആയിരിക്കാം മോനെ അറിയാവുക, ഈടെ ഞാൻ നല്ല ഇട്ടിട്ട് എന്താ കാര്യമോ? നല്ല ഇട്ടിട്ട് എന്താ കാര്യം? എന്നെ ഈടെ ആർക്കും അറിയാവോ? ഇല്ല. ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ കൂത്തുപറമ്പിൽ ഇതേ വസ്ത്രം ഇട്ടിട്ട്. ഞാൻ ചോദിച്ചു, അല്ല കാഞ്ഞങ്ങാടെന്ന് പറഞ്ഞു, നിങ്ങൾ ഈടെ ആയിരിക്കും അറിഞ്ഞൂടാ, ഈടെ ഇങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ അറിയില്ലേ, പിന്നെന്താ നിങ്ങൾ അത് തന്നെ ഇട്ട്? അന്നേരം അയാൾ പറയും, അതെ ഈടെ എന്നെ ആയിരിക്കും അറിഞ്ഞൂടാത്തത്, പിന്നെ ഈ കുപ്പായം കണ്ടിട്ട് തന്നെ ഈടെ എന്നെ ആയിരിക്കും അറിഞ്ഞൂടാത്തത്. ഇങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ കാട്ടാനല്ല, നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നത് നാട്ടുകാരെ കാണിക്കാനല്ല, എൻ്റെ സംതൃപ്തിക്കാൻ. നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ, നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ? അതുകൊണ്ട് നല്ലതെല്ലാം എടുത്തണിയുക. പണം ഉപയോഗിച്ചിട്ട് ഫലപ്രദമായി എൻ്റെ അടുത്ത തലമുറക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കും. മര്യാദയ്ക്കൊന്നും തിന്നാണ്ട്, മര്യാദയ്ക്കൊന്നും ചെലവാക്കാണ്ട് സൂക്ഷിച്ച് വെക്കും. എന്നിട്ടോ നിങ്ങൾ 5 ലക്ഷം ഉറുപ്പിയുണ്ട് എൻ്റെ അക്കൗണ്ടിൽ എന്നെല്ലാം പറഞ്ഞാൽ പിള്ളേർക്ക് മൂക്കിൽ വലിക്കാനില്ല. അത് നാട്ടിലൊരു ചൊല്ലില്ലേ, ഉറുമ്പരിച്ചു കൊണ്ടുവച്ചത് കാക്കൊരു കോരലിനെ ഉള്ളൂന്ന്. പിള്ളേർക്ക് കഴിഞ്ഞ ദിവസം ഇരുട്ടിയെന്നൊരു രക്ഷിതാവ് പറയാ എന്നോട്, മോൻ ചോദിക്കുക, ലുലു മാളിൽ ടൂർ പോയിക്കോട്ടെ, ആയിക്കോട്ടെ, എത്ര പൈസ വേണ്ട? 1 ലക്ഷം ഉറുപ്പിയാന്ന്. 1 ലക്ഷം ഉറുപ്പിയ ടൂർ പോയാൽ? 1 ലക്ഷം ഉറുപ്പിയ ഇല്ലാണ്ട് ആടെ പോയിട്ട് എന്തെന്ന് വാങ്ങാനാന്നായിരുന്നു. പിള്ളേർക്ക് ഇതൊന്നും വലിയ പൈസയല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചെലവാക്കാതെ വെച്ചിട്ട് വെറുതെ ജന്മം നശിപ്പിക്കല്ല. അടുത്ത ജന്മത്തിൽ സുഖമായിട്ട് അയക്കൂറിയും ആകോലിയും കൂട്ടി ചോറ് തിന്നാ ഇപ്പൊ ആനക്ക് മതി എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ എന്താ ഇതുവരെ ഒരാൾക്ക് ഒരു പിടിയുമില്ല. വീടെന്ന് ഊഹം വെച്ചടിച്ച് വിടുന്ന ആകാശത്ത് അത്ര നക്ഷത്രം ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? 48,37,23,412 നക്ഷത്രമുണ്ട്. കൃത്യം എല്ലാം ഗണ്ണിക്കോ, ആർക്ക് എണ്ണാൻ പറ്റൂ? അതുകൊണ്ട് എന്തും പറയാലോ. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഒരു പിടിയും ഇന്നോളം ആർക്കും പിടികിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം ഇതുവരെ നമ്മൾ ഒരുപാട് അനുഭവിച്ചു, കഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു ഭാഗ്യം നിങ്ങൾ നോക്കുക. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ശപിക്കണ്ട. നമ്മൾ ഭാഗ്യവാന്മാരാ. ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നോ, പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു. ബിരിയാണി തിന്നാൻ പറ്റി, നല്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റി, AC റൂമിൽ കിടക്കാൻ പറ്റി, നല്ല നല്ല വാഹനം